തീർച്ചയായിട്ടും CMRLന്റെ ഒരു സെറ്റ് ബാക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ ഉൾപ്പെടെ ഈ റെയ്ഡ് ED നടത്തിയതുമെല്ലാം സംബന്ധിച്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധി പ്രസ്താവം അവരുടെ EDയുടെ നോട്ടീസ് അല്ലെങ്കിൽ EDയുടെ പ്രൊസീജിയേഴ്സിന് തടയാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഒരു പ്രസ്താവത്തിന് ശേഷമാണല്ലോ നമ്മളെല്ലാം കണ്ട ഈ അനിഷ്ട സംഭവങ്ങൾ ഉൾപ്പെടെയുള്ളത് EDക്കെതിരെ സംഘടിച്ച രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലാം ഉണ്ടായത്. അപ്പൊ അതില് ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് CMRLന്റെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയുള്ള അപ്പീലിന് അതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ കേരള ഹൈക്കോടതി പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഇന്ററിം സ്റ്റേ, ഒരു ഇടക്കാല സ്റ്റേ ഇതിന് നൽകാൻ സാധിക്കില്ല. അപ്പീൽ ഫയൽ സ്വീകരിക്കുന്നു, എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുന്ദരേശ്വരനാണ് EDക്ക് വേണ്ടി അപ്പിയർ ചെയ്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും സിദ്ധാർത്ഥ് ലൂത്ര അസോസിയേറ്റ്സിന് വേണ്ടി CMRLന് വേണ്ടി അവരുടെ റിട്ട് അപ്പീലിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഒരു ഇമ്മീഡിയറ്റ് സ്റ്റേ നൽകുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഫ്രീസ് ചെയ്ത 218 അക്കൗണ്ടുകൾ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട മറ്റു പണമിടപാടുകളുമായിട്ടുള്ള നടപടികൾ ഇവയെല്ലാം EDക്ക് തുടരാം. ഡിവിഷൻ ബെഞ്ച് പറയുന്നത് ഈ ഹിയറിംഗ് ഒരുപാട് നീട്ടിവെക്കാൻ പറ്റുന്ന ഒരു അപ്പീൽ എന്ന് പറഞ്ഞ് അടുത്ത ദിവസങ്ങളിലേക്ക് ആ അപ്പീലിനെ പോസ്റ്റ് ചെയ്യുകയും എന്നാൽ ഇടക്കാല സ്റ്റേ നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ നൽകിയ ഈ CMRLന്റെ റിട്ട് അപ്പീലിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു മുന ഒടിഞ്ഞ ഒരു സാഹചര്യമാണ് നമുക്ക് സാധിക്കുക. സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ റിട്ട് അപ്പീൽ വരുമ്പോൾ ആദ്യം അത് അഡ്മിഷനിൽ വാദം കേട്ട് നൽകുന്ന ഒരു ഇടക്കാല സ്റ്റേ കൊണ്ടാണ് അതിനൊരു സമാശ്വാസം ലഭിക്കുക. പ്രത്യേകിച്ചും ഇത്തരം അന്വേഷണങ്ങൾ ത്വരിതഗതിയിൽ നടക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഇത് ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്, കേന്ദ്ര സർക്കാരിന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോറൽ സാങ്ക്ടിറ്റിയിൽ ഈ അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന അവസരം വരുന്നതിന് മുമ്പ് തന്നെ മറ്റ് തെളിവുകളും എല്ലാം ബലപ്പെടുത്തിക്കൊണ്ട് ഈ കേസിലെ പ്രതികളാക്കപ്പെടുന്ന അന്വേഷണം നേരിടുന്നവർക്കെതിരെയുള്ള കുരുക്ക് മുറുക്കാനും സാധിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയും. ഇപ്പൊ നിലവില് കോടതിയിൽ പ്രധാനമായൊരു വാദം ഉന്നയിച്ചിരിക്കുന്ന ഈ പറയുന്ന പ്രെഡിക്കേറ്റ് ഒഫൻസ് ഒന്നും തന്നെ നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ PMLAയുടെ കീഴിൽ സ്റ്റാൻഡ് അലോൺ ഒഫൻസ് എന്ന രീതിയിൽ ED ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ പണം നൽകിയത് എന്തിനു വേണ്ടി എന്നുള്ളത് വിവരിക്കാൻ വീണ വിജയന് സാധിക്കാത്തൊരു സാഹചര്യത്തിൽ അത് കൈക്കൂലി എന്ന രീതിയിലൊക്കെ തന്നെ ED വ്യാഖ്യാനിച്ചാൽ അതിനെ നിരാകരിക്കാനും സാധിക്കില്ലല്ലോ. അതിനെ നിയമപരമായി നേരിടാൻ CMRLനോ എക്സാലോജിക്കിനോ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ ഈ അടിയന്തര സ്റ്റേയും കോടതികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതുമായിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നത്. ഈ ഇന്ററിം സ്റ്റേ നൽകാതിരിക്കുന്നത് തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഒരു പൊതുമേഖലയിലെ നമ്മുടെ ഒരു ജനജീവിതത്തിലെ തങ്ങി നിൽക്കുന്ന ഒരു വാർത്തയാണ്, ഒരു വിഷയമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ED ഇൻവെസ്റ്റിഗേഷൻ ഇനിയും വൈകിപ്പിക്കാൻ പറ്റുന്നില്ല എന്നതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV അജയകുമാർ കത്തയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ ഹിയർ ചെയ്തുകൊണ്ട് തൽക്കാലം സ്റ്റേ നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ഒരു ഇന്ററിം ഓർഡറിനെ ഇൻക്ലൈൻഡ് അല്ല എന്ന് പറയുന്നതിൽ തന്നെ ഈ 2 വർഷമായിട്ട് നിലനിൽക്കുന്ന അന്വേഷണങ്ങൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കൂ, ഇതിൽ എന്താണ് അതിന്റെ ഒരു അന്തസത്ത എങ്കിൽ അത് പൊതുജനമധ്യത്തിലെ അല്ലെങ്കിൽ ഏജൻസിയുടെ മുമ്പിൽ, കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നടപടിയെടുക്കൂ എന്ന ഒരു അർത്ഥത്തിലേക്ക് ഇത് വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും CMRLന്റെ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ വെക്കേഷൻ വരെ സിംഗിൾ ബെഞ്ചിന്റെ മുമ്പാകെ തടഞ്ഞു നിർത്തിയിരുന്ന ഒരു സ്റ്റേയുടെ പിൻബലത്തിൽ തടഞ്ഞു നിർത്തിയിരുന്ന ആ പൊസിഷൻ പിന്നീട് അത് എടുത്തു മാറ്റുകയും അതിനെ തുടർന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു തീർച്ചയായും ഒരു സെറ്റ് ബാക്ക് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ അതിന്റെ കൂടുതൽ മെറിറ്റുകളെ പറ്റി പ്രമുഖ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്രയൊക്കെ CMRLന് വേണ്ടി വാദിച്ചെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കേസിന്റെ ഒരു വളരെ പഴകിയ ഒരു സ്വഭാവം 2 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു മാറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ മാത്രമാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അതങ്ങോട്ട് നടക്കട്ടെ എന്ന നിലപാട് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ EDക്ക് അനുകൂലമായ ഒരു നിലപാട് ഹൈക്കോടതി ശക്തമായി സ്വീകരിക്കുന്നു, വാദത്തിനൊടുവിൽ സ്വീകരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയായിരിക്കും? EDയെ സംബന്ധിച്ച് സമൻസ് അടക്കം നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും, വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. അത്തരത്തിലുള്ള നടപടികളായിരിക്കുമോ EDക്ക് മുന്നിൽ ഇനിയുള്ളത്? തീർച്ചയായും. പക്ഷെ അവിടെ ഈ വീടുകളിൽ മറ്റും നടത്തിയ ഇതിലൊന്നും പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. NIL ഒന്നുമില്ല എന്ന അർത്ഥത്തിലാണ് അന്നത്തെ റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട്, തിരുവനന്തപുരത്തെ അതായത് 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരത്ത് നിന്നാണ്, പുതിയ വീട്ടിൽ നിന്നാണ് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ കഴിയാത്തത്. പക്ഷേ മറ്റിടങ്ങളിൽ നിന്നും ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വീണ വിജയന്റെ ഫോണടക്കം
നിലവിൽ പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇടി കടക്കുന്നുവെന്ന സൂചനകൾ കിട്ടിയിട്ടുണ്ട്. മറുഭാഗത്തെ തെളിവുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലുപരിയായിട്ട് 218 അക്കൗണ്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഇതിൽ 18 കോടിയോളം രൂപയുടെ ഒരു ബൾക്ക് എമൗണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണത്തിന്റെ സഞ്ചാരമൊക്കെ മറ്റ് ഡിജിറ്റൽ തെളിവുകളോ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സോ വീടുകളിലോ ഓഫീസുകളിലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഈ 218 അക്കൗണ്ടുകളിലേക്കുള്ള പണത്തിന്റെ സഞ്ചാര പദങ്ങൾ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ വളരെ വൃത്തിയായിട്ട് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാനുള്ള ഒരു ഊർജം പകരും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എന്നതുകൊണ്ട് തന്നെ ആ പണത്തിന്റെ സഞ്ചാര പദങ്ങളിൽ ഈ പറയുന്ന കറപ്ഷൻ അല്ലെങ്കിൽ ഫേവറേറ്റിസം അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലുള്ള ഇടപെടലുകൾ അവയെല്ലാം ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടായിരിക്കും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനി മറ്റു നടപടികളിലേക്ക് കടക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോഴും നിലവിൽ പലരും പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ വേട്ടയാടൽ എന്ന രീതിയിൽ CPM അടക്കം ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട്, ശക്തമായി ഇതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ മറുഭാഗത്ത് ഇഡിയുടെ വിശാല അധികാരങ്ങളൊന്നും തന്നെ സാധാരണ ജനങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ എത്താത്തത് കൊണ്ടാണോ അത്തരത്തിൽ വിമർശിക്കുന്നത്? പറയുന്നത് പോലെ ഒരു കേസ് പോലും എടുക്കാതെ ഇഡി അന്വേഷണം നടത്തുന്നുവെന്നാണ് പ്രചാരണം നടത്തുന്നത്. മറുഭാഗത്ത് ഇഡി നേരിട്ട് കേസ് എടുക്കണ്ട, മറിച്ച് മറ്റാരെങ്കിലും ഒരു ലോക്കൽ പോലീസ് ആണെങ്കിൽ പോലും ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇഡിക്ക് അന്വേഷണം നടത്താമെന്നുള്ള ആ യാഥാർത്ഥ്യം കൂടി മറച്ചുവെക്കുകയാണ് ഇതിന് പിന്നിൽ ചെയ്യുന്നത്. അല്ല, ഇതില് ഒരു പൊതുജനത്തിന്റെ ഒരു പെർസെപ്ഷന്റെ പ്രശ്നമുണ്ട്. നമ്മുടെ വീടുകൾ അല്ലെങ്കിൽ ഓഫീസുകൾ അവര് കൃത്യമായി നോട്ടീസ് നൽകി റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ വരുന്നു, ആരോപണത്തിന്റെ നിഴലിൽ വരുന്നു. അതിനൊരു യൂഷ്വൽ പ്രൊസീജിയർ ആയിട്ടല്ല നമ്മുടെ ജനം കാണുന്നത്. ഇപ്പൊ ഒരു കേസാരോപണം നേരിടുമ്പോൾ ജുഡീഷ്യൽ റിമാൻഡിൽ പോകുന്നത് പോലും ജയിൽവാസമായിട്ടാണ് നമ്മുടെ ഈ ഒരു വലിയ ഡെൻസിറ്റിയുള്ള പോപ്പുലേഷനുള്ള നമ്മുടെ രാജ്യം കാണുന്നത്. അതുകൊണ്ടാണല്ലോ, അല്ലാതെ ആദ്യം ജുഡീഷ്യൽ റിമാൻഡിൽ പോകുന്നവരൊന്നും ജയിൽവാസം എന്ന രീതിയിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത് കൺവിക്ഷന് ശേഷമുള്ളതാണ്. ഈ ജയിൽ എന്താണ്, പ്രിസൺ എന്താണ് എന്ന് പോലും പൊതുജനത്തിന് വലിയൊരു ലീഗൽ എഡ്യൂക്കേഷനും ക്രിമിനൽ ലോയുടെ മോഷനും ഒന്നും അറിയാത്ത ഒരു വലിയ സമൂഹമാണ് നമുക്കുള്ളത്. എന്നതുപോലെയാണ് ഒരു നോട്ടീസ് നൽകുന്നു, അല്ലെങ്കിൽ ഒരു സീഷർ, അല്ലെങ്കിൽ ഒരു സെർച്ച്, അതിന്റെ ലാഘവത്തോടെ കാണുന്നതിന് പകരം കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് ചുടുചോറ് കഴിപ്പിക്കുക എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ പാവപ്പെട്ട പ്രവർത്തകരെ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ ഷീൽഡ് പോലെ ഒരുക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ അതെല്ലാം മറുഭാഗത്തുള്ള ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അവർക്കൊരു കോടതികൾക്കുമൊക്കെ എന്തെല്ലാമോ മറയ്ക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവര് സുസജ്ജം അത് മുന്നോട്ട് നീങ്ങും. ഇതിലൊക്കെ ഉൾപ്പെട്ട ഈ ആക്രമണത്തിലൊക്കെ ഉൾപ്പെട്ടവരൊക്കെ ഇഡിയുടെ ജൂറിസ്ഡിക്ഷനിലായിട്ട് ഡൽഹിയിൽ നിന്നെല്ലാം ക്രിമിനൽ കേസുകൾ നേരിടുന്ന സാഹചര്യം, അറസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഭാവി നമുക്ക് ആലോചിക്കാമല്ലേ. അപ്പോ അതിനേക്കാളൊക്കെ വലിയ രീതിയിൽ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ സമാധാനപരമായ ഒരു പൊസിഷനിലാണ് ഈ അന്വേഷണം നേരിടുന്നവര് അവരുടെ വീടുകൾ, ഓഫീസുകൾ, അവിടെ നടക്കുന്ന റെയ്ഡുകൾ, അവരുടെ ഡിവൈസുകൾ പിടിച്ചെടുക്കുന്നത്. അവരാരും അറസ്റ്റിലായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ പറ്റി രാഷ്ട്രീയ പകപോക്കലായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഒരുപക്ഷെ മറ്റു തെളിവുകളൊന്നും ഇല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അവരുടെ കുടുംബാംഗങ്ങളും മകളും അടങ്ങുന്ന ഈ CMRLന്റെ ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻ, ഇതെല്ലാം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമാണെന്ന് എന്ന രീതിയിൽ പൊതുജനത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു റിസറക്ഷൻ, സംശുദ്ധിയോടുകൂടി രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരാൻ ഒരുപക്ഷെ ഇത് ഇടയായേക്കാം. അപ്പൊ ലോ മേ ബി ടേക്ക് ഇൻ ടു മോഷൻ എന്ന രീതിയിലേക്ക് എടുത്താൽ മതിയാവും. ഇനി മറുഭാഗത്തൊരു ചോദ്യമുണ്ട്. അന്വേഷണം നടത്താൻ വന്ന കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക മാത്രമല്ല വധശ്രമത്തിനടക്കം കേസെടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇഡിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നടപടി ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമോ? അത് ഏത് തരത്തിലായിരിക്കും ഈ കേസിനെ ബാധിക്കുന്നത്? ഗുണമോ ദോഷമോ? സ്വാഭാവികമായിട്ടും ഒരു റെസിസ്റ്റൻസ് വരുന്നത് നമുക്ക് മറച്ചു വെക്കാൻ ഉള്ളവരല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ കാണാൻ വരുന്ന പോലീസിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്തുക, അത് ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ അതിന് കൂടുതൽ കനം കൂടിയ ഒരു പണിഷ്മെന്റോട് കൂടിയിട്ടാണ് നിയമവ്യവസ്ഥ അതിന് കാണുന്നത്. അത്തരം വിഷയങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ ജാമ്യം പോലും ജുഡീഷ്യൽ ഓഫീസേഴ്സ് അനുവദിക്കാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള റെസിസ്റ്റൻസ് കുറയ്ക്കുകയും ഇവരെ സുതാര്യമായിട്ട് പ്രൊസീജിയർ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതായിരിക്കും ഒരു പക്ഷേ പ്രതിഭാഗം അഭിഭാഷകർ ഈ കുറ്റാരോപണങ്ങൾ നേരിടുന്നവർക്ക് നൽകാനുള്ള ഒരു സാധ്യത. അപ്പോൾ ഇനി തുടർന്ന് ഇഡി നടത്തുന്ന അന്വേഷണങ്ങൾക്കും സെർച്ചുകൾക്കും നേരത്തെ കണ്ടതുപോലുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത തുലോം വിരളമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.